ഹായ്, ബാലിയുടെ ഐറ്റ്നർ നോക്കിയാൽ നമുക്ക് ആദ്യം കാണുന്നതാണ് നുസ പെനിഡ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് അവിടേക്കാണ്. ഓൺലൈനിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 അവർ സ്പീഡ് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നുസ പെനിഡയിൽ എത്താൻ പറ്റും. എന്ത് രസമെന്ന് പറയുമ്പോൾ നമ്മൾ ബോട്ട് ഇറങ്ങിയ സ്ഥലത്തുള്ള ഈ ഒരു വ്യൂ ആണിത്. എന്ത് രസമാണെന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് വീഡിയോയും ഫോട്ടോസൊന്നും എടുത്തിട്ട് മതിയാവുന്നേ ഇല്ല. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ആൾ ഇവിടുന്ന് നമ്മളെ ക്യാബ് എടുത്തിട്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇതൊരു 1 ഡേ ട്രിപ്പാണ്. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് ഡയമണ്ട് ബീച്ച്. നമുക്ക് ബാലിയുടെ ഫോട്ടോസ് നോക്കുമ്പോൾ കുറേ ഫോട്ടോസ് നമുക്കിത് കാണാൻ പറ്റും. ഡയമണ്ട് ബീച്ചിൻ്റെ എവിടെ നോക്കിയാലും ബാലിയിൽ നിന്ന് അടിച്ചു നോക്കിയാൽ കാണുന്ന ഫസ്റ്റ് സ്ഥലമാണ് ഈ ഡയമണ്ട് ബീച്ച്. എന്ത് രസമാണെന്ന് അറിയുമോ, അടിപൊളിയാണ് കാണാൻ. നമുക്ക് എത്ര ഫോട്ടോസ് എടുത്താലും എത്ര വീഡിയോ എടുത്താലും മതിയാവാത്തൊരു സ്ഥലം. അത്രയും ഭംഗിയുണ്ട്. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നമ്മൾ ക്യൂ നിന്ന് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ എത്തിയത് ബ്രോക്കൺ ബീച്ചിലേക്കാണ്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും നമ്മൾ അതേപോലെ തന്നെ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ട് നമുക്കൊരു നല്ലൊരു പ്ലേസ് കിട്ടിയാൽ മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റും. അത് നമുക്കിവിടെ നമ്മുടെ ക്യാബിലെ ഡ്രൈവർ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഈ ഫോട്ടോസൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത് നമ്മൾ തന്നെ കണ്ടെത്തി എടുക്കണം. സ്ഥലമൊക്കെ കണ്ടെത്തി. അത്രയും നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. നെക്സ്റ്റ് അവിടെ നിന്ന് ഞങ്ങൾ ഏഞ്ചൽസ് ബില്ലാബോങ് എന്ന സ്ഥലത്തെത്തി. ഇതും അതേപോലെ നല്ല രസമുണ്ട്. എല്ലായിടും നമ്മൾ ഫോട്ടോ നമുക്ക് വാരി എടുക്കാൻ പറ്റും. അത്രയും ഫോട്ടോ ആണ്. പിന്നെ നമുക്ക് കുറച്ച് ക്ഷമ വേണം. നല്ല വെയിലാണ്, നല്ല ക്ഷമയും വേണം. കാരണം നല്ല തിരക്കും ഉണ്ട്. എല്ലായിടത്തും നമ്മൾ ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടും. ഇത് അവിടെയുള്ളൊരു പ്രൈവറ്റ് ഷാർക്കാട്ട്. നമുക്ക് അവിടെ നിന്ന് സ്വിം ചെയ്യാം. കുറച്ച് അവരുടെ തന്നെ പ്രൈവറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിന് വേണമെങ്കിൽ പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.